കുതിരപ്പുറത്ത് നിന്ന് തനിയെ താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ വീഴാൻ തുടങ്ങിയ യാൻഷിങ്ങിനെ ഷെന്തു ഓടിച്ചെന്ന് താങ്ങി പിടിക്കുന്നുണ്ട്. അവളെ താഴെ നിർത്തിയ ശേഷം ബാക്കിയുള്ളവരോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഷെന്തുവും അവളും കൂടി അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിനുള്ളിലേക്ക് പോകുന്നു. അവിടെ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ തടവറയ്ക്കുള്ളിൽ അവളുടെ ചേച്ചിയും ഹാനും തടവിലാക്കപ്പെട്ടിരിക്കുന്നത് അവർ കാണുന്നുണ്ട്. അവർക്ക് ചുറ്റും ഒരു പ്രത്യേക നിറത്തിലുള്ള തീയും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ പറഞ്ഞ യാൻഷിങ് ബഹളം ഉണ്ടാക്കുന്നു. പക്ഷേ ഷെന്തു ആദ്യം അതിന് തയ്യാറാവുന്നില്ല. അവനങ്ങനെ മടിച്ചു നിൽക്കുന്നത് കാരണം നിനക്ക് മറ്റുള്ളവരുടെ ജീവൻ നശിക്കുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ അവരെ കൈവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യാൻഷിങ് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാനായി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അവിടെ എന്തെങ്കിലും അപകടം കാണുമെന്ന് പറഞ്ഞ് ഷെന്തു അവളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും അവൾ അവന്റെ കയ്യിൽ ഒരു കടി കൊടുത്തിട്ട് പിടിവിടുവിച്ച് അവിടേക്ക് ഓടുന്നുണ്ട്. ആ തീ കത്തുന്നതിന് ചുറ്റുമായി ഈയാൻ പാറ്റകൾ പറക്കുന്നതും കാണാം. ആ തീക്കുള്ളിലേക്ക് കടന്നപ്പോൾ അത് കോൾഡ് ഫ്ലെയിം ആണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോഴേക്കും അവനും അത് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പക്ഷെ അവൾ കുറച്ച് മുന്നിലോട്ട് ചെന്നപ്പോഴേക്കും ആരോ അവൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഷെന്തു വേഗം അവിടെ എത്തി അവളെ രക്ഷപ്പെടുത്തുന്നു. ഇല്ലായിരുന്നെങ്കിൽ യാൻഷിങ്ങിന്റെ കാര്യം ഇപ്പോൾ തീർന്നേനെ. എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകരുതെന്ന് അവൻ പറഞ്ഞതെന്ന് അവൾക്ക് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവരെ ആക്രമിച്ച ആൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരു സ്ത്രീ ആയിരുന്നു അത്. അവർ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടുവെന്ന് എല്ലാവരും കരുതിയിരിക്കുന്ന ഒരു സീരിയൽ കില്ലറായ ഷെൻ ഹുവോ ആണത്. മരിച്ചുപോയ അവർ പുനർജനിച്ച് തിരികെ എത്തിയിരിക്കുകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ആ സംഭവത്തെക്കുറിച്ച് യാൻഷിങ്ങിനും ഷെന്തുവിനും അറിയാം. എന്തായാലും മരിച്ചുപോയവർ ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. ഇത് വേറെന്തോ ട്രിക്കാണ് എന്ന് ഷെന്തു പറയുന്നുണ്ട്. അവൻ എന്തായാലും അവരെ പിടികൂടാനായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. രണ്ടുപേരും തമ്മിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാൻഷിങ് അതിനിടയിൽ പെട്ടുപോകാതെ ഒരിടത്ത് മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഷെന്തു പുറത്ത് നിൽക്കുന്നവർക്ക് സിഗ്നൽ നൽകുന്നുണ്ട്. അങ്ങനെ അവരും കൂടി അകത്തേക്ക് വരുന്നു. പക്ഷെ അപ്പോഴേക്കും വേറെ ആരോ കൂടി അവിടേക്ക് ഒരു ആക്രമണം നടത്തുന്നുണ്ട്. അങ്ങനെ ഷെൻ ഹുവോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അത് മാത്രമല്ല, തടവിലായിരുന്ന സാവയെയും ഹാനിനെയും ആരോ വാളുകൾ ഉപയോഗിച്ച് അവരുടെ കെട്ടുകൾ തകർത്ത് അവരെയും താഴേക്ക് വീഴിക്കുന്നുണ്ട്. യാൻഷിങ് വേഗം ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഷെൻ ഹുവോ അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. താൻ അറിയാതെ പുറത്തുനിന്ന് ആരാണ് ഇടപെട്ടത് എന്ന് ഷെന്തു സംശയിച്ചു നിൽക്കുമ്പോഴാണ് പ്രിൻസസിന്റെ അസിസ്റ്റന്റായ മാനേജർ യാങ്ങും രാജ്ഞിയുടെ വിശ്വസ്തനായ മന്ത്രി ബാവോ ഹുവാനും അവിടേക്ക് എത്തുന്നു. അവർ രണ്ടുപേരും എന്തിനാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ഷെന്തുവിന് മനസ്സിലാവുന്നില്ല. ബാവോ ഹുവാൻ ഹാനിന്റെ കാര്യത്തിൽ ശരിക്കും കെയർ ചെയ്യുന്നത് പോലെയാണ് അവന് ഫീൽ ചെയ്തത്. ഹാനിനോട് എന്തെങ്കിലും അപകടം പറ്റിയോ, എന്തായാലും ഭാവിയിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. ഈ ആക്രമണത്തിന് പിന്നിലുള്ള കുറ്റവാളിയെ കണ്ടുപിടിക്കണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അയാൾ പോയത്. അത് കഴിഞ്ഞപ്പോൾ മാനേജർ യാങ്ങും പോവാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുമ്പ് ഹാനിനോട് പ്രിൻസസിന്റെ മനസ്സിപ്പോഴും മാറിയിട്ടില്ല, അവൻ അതിന് തയ്യാറാണെങ്കിൽ പ്രിൻസസിന് ഇപ്പോഴും അതിന് സമ്മതമാണ് എന്ന ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടാണ് അവർ പോയത്. ഇവർ രണ്ടുപേരും ഹാനിന് വേണ്ടിയാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്ന് ഷെന്തുവിനും യാൻഷിങ്ങിനും മനസ്സിലാവുന്നു. പക്ഷെ ഹാൻ ഇവരെ രണ്ടുപേരെയും പരിചയമില്ലാത്തതുപോലെയാണ് അവിടെ ഇരിക്കുന്നത്. അവർ പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഷെന്തു അയാളോട് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ എനിക്കൊന്നും അറിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. അവന്റെ പേരിലുണ്ടായിരുന്ന കൊലക്കുറ്റം യാൻഷിങ് തെളിയിച്ചിരിക്കുന്നത് കാരണം അവൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സാവയോടൊപ്പം തിരികെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ഷെന്തു അവന് പെർമിഷൻ നൽകുന്നു. അല്ലാതെ അതിനെപ്പറ്റി കൂടുതലൊന്നും അവൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഹാൻ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്. അവൻ എന്തായാലും പ്രിൻസസുമായും ബാവോ ഹുവാനുമായും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. പക്ഷേ അവരെ അറിയാത്തതുപോലെയാണ് നമുക്ക് മുന്നിൽ പെരുമാറുന്നത്. എന്തായിരിക്കും അതിന് കാരണം എന്നൊക്കെ യാൻഷിങ് ഷെന്തുവിനോട് സംശയം ചോദിക്കുന്നു. ഷെന്തുവിന്റെ മനസ്സിലും ഇതേ സംശയങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അവനും അതിന്റെ മറുപടി അറിയില്ല. എന്തായാലും ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാമെന്ന് തോന്നുന്നില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ, നിന്റെ ചേച്ചി ആദ്യം മുതലേ ഞാൻ ഇക്കാര്യത്തിൽ സംശയിച്ചിരുന്നില്ല. പക്ഷെ അവളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു എന്ന് ഷെന്തു അവളോട് പറയുന്നു. താൻ അവനെ തെറ്റിദ്ധരിച്ചതിൽ യാൻഷിങ്ങിന് വിഷമം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ചു മുമ്പ് അവന്റെ കയ്യിൽ നല്ലൊരു കടിയും കൊടുത്തിരുന്നല്ലോ. അവിടെ അവളുടെ പല്ലുകൊണ്ട് നന്നായി മുറിഞ്ഞിരുന്നു. അവൾ അതിന് സോറി പറയുന്നുണ്ട്. ഷെന്തു എന്തായാലും അതത്ര കാര്യമായി എടുത്തിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലേക്ക് പഴയ കേസ് ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നീ എനിക്കൊപ്പം വരുന്നുണ്ടോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. യാൻഷിങ് സന്തോഷത്തോടെ അവൻ്റെ ഒപ്പം ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവളുടെ ഓഫീസിലേക്ക് പോകുന്നു. രാത്രി ആയതുകൊണ്ട് അവിടെ അധികം വെളിച്ചമില്ല. യാൻഷിങ് ഒരു ചെറിയ വിളക്കിന്റെ അടുത്തിരുന്നാണ് ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഷെന്തു അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പായി ആ മുറി നിറയെ കുറേ വിളക്കുകൾ അവൻ്റെ അസിസ്റ്റന്റ് ജോലിക്കാരെ കൊണ്ട് വെപ്പിക്കുന്നു. അത് കഴിഞ്ഞാണ് ഷെന്തു അവിടേക്ക് എത്തിയത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇത്രയും മെഴുകുതിരികൾ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു വിളക്കിന്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് യാൻഷിങ് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് മറുപടി ഒന്നും പറയാതെ അവിടെ ഉണ്ടായിരുന്ന ഫയലുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അക്കൂട്ടത്തിൽ നിന്ന് 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഷെൻ ഹുവോയുടെ കേസ് ഡയറി അവർക്ക് കിട്ടുന്നുണ്ട്. ഈ ഷെൻ ഹുവോ 5 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ആകമാനം തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. 50-ൽ കൂടുതൽ സ്ത്രീകളെ അവർ കൊന്നിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എല്ലാം പുറത്തായി ഒരു വലിയ ഈയാമ്പാറ്റയുടെ തീ കൊണ്ട് പൊള്ളിച്ചതുപോലെയുള്ള അടയാളവും ഉണ്ടായിരുന്നു. അവരെ പേടിച്ച് സ്ത്രീകളൊക്കെ വീടിന് പുറത്തിറങ്ങാൻ പോലും ആ സമയത്ത് മടിച്ചിരുന്നു. അവസാനം ഇമ്പീരിയൽ ഇൻസ്പെക്ടേഴ്സിലെ ഓഫീസർമാർ അവളെ പിടികൂടുക തന്നെ ചെയ്തു. പക്ഷേ കൊല്ലപ്പെട്ടാലും തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴി തനിക്ക് അറിയാമെന്ന് ആ സമയത്ത് അവൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അവിടെയുള്ള ആരെങ്കിലും കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു വാൾ സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയിറക്കി അവൾ ജീവനെടുക്കുകയും ചെയ്തിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അവളൊരു പാട്ട് പാടിയിരുന്നു. ആ പാട്ടിലെ വരികളും കേസ് ഡയറിയിലുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ മാഡം താങ് മുമ്പ്
സ്വന്തം ശരീരത്തിൽ തീ കത്തിച്ച സമയത്ത് പാടിയ അതേ വരികൾ തന്നെയാണല്ലോ എന്ന് ഷെൻഡുവിനും യാൻഷിങ്ങിനും മനസ്സിലാവുന്നു. പക്ഷേ ഈ ഷെൻഹുവോ നടത്തിയിരിക്കുന്ന കൊലപാതകങ്ങൾക്കും മാഡം താങ് നടത്തിയ കൊലപാതകങ്ങൾക്കും തമ്മിൽ യാതൊരു കണക്ഷനും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും പിന്നിൽ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സംശയവും അവർക്ക് തോന്നുന്നു. കാരണം ഈ കൊലകളൊക്കെ നടത്തിയത് ഇവരാണെങ്കിലും ഡെഡ് ബോഡികൾ മറവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ഉറപ്പായും കിട്ടിയിരിക്കും. ചിലപ്പോൾ മറ്റാരെങ്കിലും ഇവരെ ഉപയോഗിക്കുന്നതായിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഷെൻഡു പറയുന്നു. യാൻഷിങ്ങിനും അതേ അഭിപ്രായം തന്നെയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഷെൻഹുവോയെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളിന് പെട്ടെന്ന് അവളുടെ ആവശ്യമില്ലാതായി കാണണം. അതുകൊണ്ടായിരിക്കണം അവൾ അപ്രത്യക്ഷമായത്. പിന്നീട് ഇപ്പോൾ വീണ്ടും അയാൾക്ക് അവളെ കൊണ്ട് ആവശ്യം വന്നു കാണണം. അതുകൊണ്ടായിരിക്കണം അവൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് എന്നും ഷെൻഡു അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ അത് ആരായിരിക്കും എന്നൊന്നും അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ചുച്ചു അന്ന് രാത്രി അവളുടെ അമ്മയുടെ ശവകുടീരത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് ചെറുപ്പത്തിൽ അമ്മ പാടിത്തരാറുണ്ടായിരുന്ന ഒരു നഴ്സറി റൈം അവൾ പാടുന്നു. ആ സമയത്ത് ലോ ഓഷി അവിടെ എത്തുന്നു. മാസ്ക് ധരിച്ചാണ് അവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും അവനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ആ പാട്ട് കേട്ടപ്പോൾ ചെറുപ്പത്തിൽ അവൻ്റെ അമ്മ അത് പാടിക്കൊടുക്കാറുണ്ടായിരുന്നത് അവൻ ഓർമ്മ വരുന്നുണ്ട്. ചുച്ചു അവിടെ വെച്ച് അവനെ മീറ്റ് ചെയ്യുന്നു. മുമ്പും 1-2 തവണ അവൾ അവനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ തൻ്റെ അമ്മയെയും അവിടെ അടക്കിയിട്ടുണ്ട് എന്ന് അവൻ പറയുന്നു. പക്ഷെ അവളുടെ കുടുംബത്തിന് മാത്രമായിട്ടുള്ള സെമിത്തേരിയാണത്. പുറത്തു നിന്നൊരാൾ അവിടെ വരാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണ് അവൻ്റെ അമ്മ അവിടെ വന്നത് എന്ന് അവൾ ചോദിക്കുന്നു. പാവങ്ങളായതുകൊണ്ട് സ്വന്തമായി സെമിത്തേരി ഒന്നും വാങ്ങാൻ കാശില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരറ്റത്തായി അമ്മ അടക്കിയതാണ് എന്ന് അവൻ പറയുന്നു. ചുച്ചു പാവങ്ങളോട് സിമ്പതിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. രണ്ടുപേരുടെയും അമ്മമാർ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരിക്കും എന്നും അവൾ പറയുന്നു. അവൻ മാസ്ക് ധരിച്ചിരിക്കുന്നതിൻ്റെ കാരണവും അവൾ അന്വേഷിക്കുന്നുണ്ട്. മുഖത്ത് വളരെ വൃത്തികെട്ട ഒരടയാളം ജന്മനാ തന്നെ ഉണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് ധരിച്ചിരിക്കുന്നത്. അത് കണ്ടാൽ എല്ലാവരും പേടിക്കും. നിനക്ക് കാണണോ എന്ന് ചോദിച്ച് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ മാസ്ക് ഊരിയാലോ എന്ന് പേടിച്ച് അവൾ പെട്ടെന്ന് കണ്ണ് പൊത്തുന്നുണ്ട്. ആ സമയം കൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഷെൻഡുവിൻ്റെ കൈ കടിച്ചു മുറിച്ചതിൻ്റെ കുറ്റബോധം കാരണം യാൻഷിങ് അന്ന് രാത്രി കാര്യസ്ഥനോട് ചോദിച്ച് മുറിവിൽ പുരട്ടുന്ന കുറച്ച് മരുന്നുകളുമായി അവൻ്റെ അടുത്തെത്തുന്നു. അവിടുത്തെ വളർത്തുനായയെ മുമ്പ് ഏതോ തെരുവനായ കടിച്ച സമയത്ത് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ മരുന്ന് തന്നെയാണ് കാര്യസ്ഥൻ നിർദ്ദേശിച്ചതനുസരിച്ച് അവൾ ഇവിടെയും ഉപയോഗിച്ചത്. അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം വെച്ച് ആ മരുന്ന് തന്നെയാണ് വേണ്ടത് എന്ന് അവനും പറയുന്നുണ്ട്. മരുന്ന് പുരട്ടിയ ശേഷം അവൾ അവൻ്റെ കയ്യിലൊരു ബാൻഡേജ് ചുറ്റിക്കൊടുക്കുന്നു. പക്ഷെ അത് ചുറ്റിക്കഴിഞ്ഞപ്പോഴേക്കും കൈ ഒടിഞ്ഞതുപോലെ തോന്നുന്ന വിധമായിരുന്നു. ചെറിയൊരു മുറിവിന് വേണ്ടി അവൾ ഇങ്ങനെ കെട്ടിവെച്ചത് കണ്ട് അവൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ അവനെ കടിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. എന്തായാലും ഷെൻഡു ഇതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നു. യാൻഷിങ് അതിന് ശേഷം കുളിക്കാനായി പോകുന്നു. ആ സമയത്ത് ഷെൻഡു കുട്ടിക്കാലത്ത് ഒരു തവണ ഒരു അക്രമിയിൽ നിന്ന് തന്നെ രക്ഷിച്ചതിനെ പറ്റി അവൾ ഓർക്കുന്നുണ്ട്. അന്ന് അവൻ്റെ അച്ഛനും അവൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അവളെ പിടിച്ചുകൊണ്ടുപോയ ആളെ അവൻ അമ്പെയ്ത് വീഴ്ത്തുന്നു. പക്ഷെ അയാൾക്ക് ജീവഹാനി സംഭവിക്കാത്ത വിധം ആണ് അവൻ അമ്പെയ്തത്. ചോദ്യം ചെയ്യലിന് വേണ്ടി അയാൾ ജീവനോടെ തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അവൻ അച്ഛനോട് പറയുന്നു. അതിനുശേഷം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അന്ന് തന്നെ സഹായിച്ച ആ ഷെൻഡു തന്നെയാണോ ഇപ്പോഴും തനിക്കൊപ്പം ഉള്ളത് എന്ന് അവൾ സംശയിച്ചു നിൽക്കുമ്പോഴാണ് അവൻ അവിടെ എത്തി അവളെ വിളിച്ചത്. അവൾ വേഗം ഡ്രസ്സ് ചെയ്ത ശേഷം അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ നേരത്തെ മുറിവിൽ പുരട്ടിയ മരുന്ന് കാരണം അവന് എന്തോ അലർജി സംഭവിച്ചിരിക്കുകയാണ്. അവൻ്റെ ശരീരത്തിലൊക്കെ ചുമന്ന് തടിച്ച പാടുകൾ ഉണ്ടായിരിക്കുന്നു. അവൾ കയ്യിലെ കെട്ട് അഴിച്ചു നോക്കിയപ്പോൾ അവിടെയും അതേപോലെയുള്ള പാടുകളുണ്ട്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഒരേപോലെയുള്ള 2 കുപ്പികളിലിരുന്ന മരുന്ന് തമ്മിൽ അവൾക്ക് മാറിപ്പോയി എന്നും തെറ്റായ മരുന്നാണ് പുരട്ടിയത് എന്നും മനസ്സിലാവുന്നത്. അവൾ വേഗം സോറി പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് തന്നെ മുക്കി നേരത്തെ പുരട്ടിയ മരുന്ന് കഴുകി കളയാൻ തുടങ്ങുന്നു. അവൻ വേണ്ടെന്ന് പറഞ്ഞ് കൈ പിൻവലിക്കാൻ തുടങ്ങിയിട്ട് പോലും അവൾ സമ്മതിക്കാതെ അത് കഴുകി കളയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ ഓഫീസിലെത്തിയപ്പോൾ മന്ത്രി വൂവും മറ്റൊരു ഓഫീസറും കൂടി അവളെ കുറെ കളിയാക്കുന്നുണ്ട്. അവൾ ഷെൻഡുവിനൊപ്പം ചേർന്ന് ഒരു കേസ് തെളിയിച്ചതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പതിവായതുകൊണ്ട് തന്നെ യാൻഷിങ് അതത്ര കാര്യമാക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ ചുച്ചുവും അവിടേക്ക് എത്തുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെന്ന് കരുതപ്പെട്ടിരുന്ന ഷെൻഹുവോ തിരിച്ചെത്തിയതിനെ പറ്റി മന്ത്രിയും ഓഫീസറും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു കൊലപാതകത്തെക്കുറിച്ചുള്ള പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചുച്ചു അത് അവരെ കാണിക്കുന്നത്. അടുത്ത് തന്നെയുള്ള ഒരു ഗ്രാമത്തിൽ തലേദിവസം രാത്രി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. മന്ത്രി അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിലും 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സീരിയൽ കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു അടയാളം ഉണ്ട് എന്ന് അറിയുന്നത്. അതോടെ ഷെൻഹുവോ ആയിരിക്കുമോ കുറ്റവാളി എന്ന് അവർക്ക് സംശയം തോന്നുന്നു. പക്ഷേ ഷെൻഹുവോയുടെ കേസിനെ പറ്റി അന്വേഷിക്കാൻ ഇമ്പീരിയൽ ഗാർഡ്സിനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ തലയിടണ്ട എന്ന് മന്ത്രി അവരെ ഉപദേശിക്കുന്നു. പക്ഷേ യാൻഷിങ്ങിന് ആ കേസിനെ പറ്റി അന്വേഷിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവൾ അത് മന്ത്രിയോട് പറയുകയും ചെയ്യുന്നു. ആവശ്യമില്ലാതെ ഓരോന്നിനും ഇടപെടേണ്ട എന്ന് പറഞ്ഞ് മന്ത്രി അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ലുവോഷി കുറെ അസിസ്റ്റൻസിനൊപ്പം അവിടേക്ക് വന്നത്. അവിടെ നിൽക്കുന്ന ചുച്ചുവിനെ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് തലേന്ന് രാത്രി കണ്ടത് അവനെയാണ് എന്നൊന്നും അറിയാത്തതുകൊണ്ട് അവൾ പേടിയോടെയാണ് നിൽക്കുന്നത്.
5 വർഷങ്ങൾക്ക് മുമ്പ് ഷെൻഹുവോയുടെ കേസിനെ പറ്റി അന്വേഷിച്ചത് ലുവോഷിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഷെൻഹുവോ തിരികെ എത്തിയിരിക്കുന്നതിനെ പറ്റിയും അന്വേഷിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്. അന്വേഷണത്തിൽ യാൻഷിങ്ങിൻ്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത്. പക്ഷേ അവൻ്റെ ഒപ്പം ചേർന്ന് അന്വേഷിക്കാൻ താല്പര്യമില്ല, താൻ വെറും ഒരു സാധാരണ ക്ലർക്കാണ് എന്ന് പറഞ്ഞ യാൻഷിങ് അവൻ്റെ ക്ഷണം നിരസിക്കുന്നുണ്ട്. അങ്ങനെ അവൾ തന്നെ ഒഴിവാക്കുന്നതിൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലുവോഷി അവിടെ നിന്ന് തിരികെ പോയത്. ഹാൻ അന്ന് സാവയ്ക്ക് വേണ്ടി കുറച്ച് മരുന്ന് വാങ്ങാനായി പുറത്ത് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് പ്രിൻസസ് അവനെ വഴിയിൽ വെച്ച് കാണുന്നു. അവൻ്റെ കയ്യിൽ മരുന്നുകൾ ഇരിക്കുന്നതും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവൻ എന്ത് തീരുമാനമെടുത്തുവെന്ന് പ്രിൻസസ് അവനോട് ചോദിക്കുന്നു. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടത്താൻ മാത്രമുള്ള കഴിവുകൾ തനിക്കില്ല. തന്നെ ഒഴിവാക്കണമെന്ന് ഹാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തൽക്കാലം അവൻ്റെ കാര്യത്തിൽ പിന്മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവന് നല്ലൊരു ജീവിതം ആശംസിച്ചിട്ടാണ് പ്രിൻസസ് മുന്നോട്ട് പോയത്. പക്ഷേ അവർ മനസ്സോടെ ആയിരുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞത്. അവർ ദേഷ്യം സഹിക്കവയ്യാതെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു മാല വലിച്ചു പൊട്ടിക്കുന്നത് കാണാം. യാൻഷിങ് ലുവോഷിയെ എതിർത്ത് സംസാരിച്ചതിൻ്റെ പേരിൽ മന്ത്രി വുവും മറ്റേ ഓഫീസറും കൂടി അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പ്രിൻസസ് അവളെ കാണാനായി അങ്ങോട്ടേക്ക് വന്നത്. എല്ലാവരും വളരെ പേടിയോടെയാണ് അവരുടെ മുന്നിൽ നിന്നത്. അവർ നേരെ യാൻഷിങ്ങിൻ്റെ അടുത്തെത്തി അവളുടെ കഴിവിനെ പറ്റി കുറെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ജോലിയും വീട്ടുകാര്യങ്ങളുമൊക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അവളുടെ മിടുക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കുറെ പുകഴ്ത്തിയ ശേഷം ഷെൻഹുവോയുടെ കേസിനെ പറ്റി തന്നെ അവർ സംസാരിക്കുന്നു. ആ കേസിനെ പറ്റി അന്വേഷിക്കാനുള്ള ചുമതല തനിക്ക് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ലുവോഷി രാവിലെ തന്നെ രാജ്ഞിയുടെ അടുത്തേക്ക് പോയിരുന്നു. അതുകൊണ്ട് അവളും ഷെൻതുവും ആവശ്യമില്ലാതെ ആ കേസിൽ ഇടപെടരുത്, രണ്ടുപേരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ യാൻഷിങ്ങിന്റെ ചേച്ചിയും ഹാനും തമ്മിലുള്ള വിവാഹം നടത്തുന്നതിനുള്ള അനുവാദം രാജ്ഞിയിൽ നിന്ന് വാങ്ങി നൽകാമെന്ന് അവർ ഒരു ഓഫർ വയ്ക്കുന്നു. യാൻഷിങ് പക്ഷേ അതിന് മറുപടി ഒന്നും നൽകുന്നില്ല. എനിക്ക് നല്ല തിരക്കുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ഒരു വാണിംഗ് പോലെ അവളോട് പറഞ്ഞിട്ടാണ് പ്രിൻസസ് അവിടെ നിന്ന് പോയത്. പ്രിൻസസ് പോയ ശേഷമാണ് ബാക്കി എല്ലാവർക്കും ശ്വാസം നേരെ വീണത്. യാൻഷിങ് അവർ ചോദിച്ചതിനുള്ള മറുപടി പെട്ടെന്ന് നൽകാതെ അങ്ങനെ മൗനം പാലിച്ചതിനെ ചൊല്ലി അവർ വീണ്ടും അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ആ കേസിൽ തലയിടാതിരിക്കുന്നതാണ് അവൾക്കും ഷെൻഡുവിനും നല്ലത്. അതുകൊണ്ട് പ്രിൻസസിനോട് അപ്പോൾ തന്നെ അതിന് സമ്മതം പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാണ് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കേസിൽ പ്രിൻസസ് നേരിട്ട് ഇടപെടണമെങ്കിൽ അവർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടായിരിക്കണം. അതെന്താണെന്ന് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ യാൻഷിങ് ആ കേസിനെ പറ്റിയാണ് സംസാരിച്ചത്. ചുച്ചു പോലും അവൾ ഈ കേസിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവളെ ഉപദേശിക്കുന്നുണ്ട്. ഇവളിപ്പോൾ പറയുന്നത് പോലെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അതിൽ തങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിനെ ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് മന്ത്രി വു അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് രാജ്ഞിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയായ ബാബോ ഹുവാൻ യാൻഷിങ്ങിനെ കാണാൻ വേണ്ടി പുറത്തു വന്ന് വെയിറ്റ് ചെയ്യുന്നുവെന്ന് ഒരാൾ വന്ന് അറിയിച്ചത്. അതുകൂടി കേട്ടപ്പോഴേക്കും മന്ത്രിയുടെ ബോധം പോയി എന്ന് തന്നെ പറയാം. ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കരുത്, നിനക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചെടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിന് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഞങ്ങളെ വെറുതെ വിടണം എന്നൊക്കെ അയാൾ യാൻഷിങ്ങിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും ബാബോ ഹുവാൻ തന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് സംശയിച്ചുകൊണ്ടാണ് യാൻഷിങ് പുറത്തേക്ക് ചെന്നത്. ഹാനിനെ പറ്റി അന്വേഷിക്കാനായിരുന്നു ബാബോ ഹുവാൻ വന്നത്. തലേ ദിവസം രാത്രി അവൻ ചേച്ചിക്കൊപ്പം തന്റെ വീട്ടിലേക്ക് പോയി. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അവൾ അറിയിക്കുന്നു. ബാബോ ഹുവാൻ അവനെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നു. പക്ഷേ അവൻ അവിടെ ഇല്ല എന്നാണ് അയാൾക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എവിടെ പോയതായിരിക്കും എന്ന് അയാൾ അന്വേഷിക്കുന്നുണ്ട്. ഹാൻ അവിടെ തന്നെ ഉണ്ട്, അവനെ മീറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞയച്ചത് എന്ന് യാൻഷിങ് അയാളോട് പറയുന്നുണ്ട്. അയാൾക്ക് ഹാനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് യാൻഷിങ് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, പഴയ പരിചയക്കാരാണെന്നേ ഉള്ളൂ എന്നാണ് ബാബോ ഹുവാൻ പറഞ്ഞത്. ഹാൻ ഇനിയിപ്പോൾ അവളുടെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ഥിതിക്ക് ഭാവിയിൽ അവനെ നന്നായി ശ്രദ്ധിച്ചോണം എന്നുകൂടി പറഞ്ഞിട്ട് അയാൾ തിരികെ പോകുന്നു. പക്ഷെ അയാൾ പറഞ്ഞതുപോലെ അത്ര സിമ്പിൾ അല്ല അവർ തമ്മിലുള്ള ബന്ധം എന്ന് യാൻഷിങ് മനസ്സിലാവുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ തിരികെ വീട്ടിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.